വീണ്ടും നമുക്ക് തിരുവനന്തപുരത്തെ കുട്ടി ആരാധകരുടെ അടുത്തേക്ക് പോകാം. രാഹുൽ ജീനാഥ് നമുക്കൊപ്പമുണ്ട്. രാഹുലെ, നേരത്തെ രണ്ട് ടീമിന്റെയും ആരാധകരെ കണ്ടു. കൂടുതൽ കുട്ടികൾ എന്ത് പറയുന്നു? കൂടുതൽ കുട്ടികൾ ഇവിടെ ഉണ്ട്. എന്തായാലും അവർ ഫുട്ബോൾ ആവശ്യത്തിലാണ്. എന്തായാലും ഇന്ന് എന്ത് സംഭവിക്കുന്നുള്ള ഇന്ന് ഈ കളി കഴിഞ്ഞിട്ട് അവർക്ക് ജയിച്ചിട്ട് മടങ്ങി വീട്ടിൽ പോയിട്ട് വേണം അവർ ആഗ്രഹിക്കുന്ന ടീം ജയിക്കാൻ. എത്രമാത്രം ആവേശമുണ്ട്! ഭയങ്കര ആവേശമുണ്ട്. കൊച്ചു റൊണാൾഡോയും കൊച്ചു മെസ്സിയെയും കാണാം. അതെ, നെയ്മറാണോ? ഒരിച്ചിരി വലിയ നെയ്മറേയും കാണാം. എന്തായാലും ഇവിടെ ഞാൻ ആദ്യം അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ഒരു പെൺ ഫുട്ബോൾ താരമുണ്ട്. പെൺകുട്ടിയോട് ചോദിക്കട്ടെ, തുടങ്ങാം. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. സ്പെയിൻ ജയിക്കും. എന്തുകൊണ്ടാ സ്പെയിൻ? സ്പെയിന് നല്ല സ്ക്വാഡ് ഉണ്ട്. യമീൻ യമാലും ഉണ്ട്. ഇരിക്കുന്ന ഉടുപ്പ് തോറ്റുപോയി. എനിക്കും അതേ വിഷമമുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ആഗ്രഹം. ഇന്ന് 12 കളി കാണും. കളി കാണുമല്ലേ? ശരി, അർജന്റീന ആരാധകർക്ക് എന്തോ പറയുന്നത്? കപ്പടിക്കോ? ഞാൻ അത്ഭുതപ്പെട്ടത്. ആര് കപ്പടിക്കുമെന്ന്? അർജന്റീന. ഒന്ന് തിരിഞ്ഞേ. എന്തോ എഴുതിയേക്കുന്ന ഉടുപ്പില്? എന്തോ എഴുതിയേക്കുന്നത്? റൊണാൾഡോ. പക്ഷെ ഞാൻ തിരുത്തുന്നില്ല. കൊള്ളാം. ഒരു റൊണാൾഡോ ഫാൻ അർജന്റീന ജയിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. പേരെന്തുവാ? നവദേവ്. അപ്പം അർജന്റീനയുടെ കൂടെയാണ് അല്ലേ? ആര് ജയിക്കും? അർജന്റീന ജയിക്കും. കണ്ടോ, ബ്രസീൽ. എല്ലാം അങ്ങനെ ഭയങ്കര രസമാണല്ലോ. നമ്മുടെ കൊച്ചു മെസ്സി ഇവിടെ ഇപ്പോൾ ഉണ്ട്. എല്ലാരും അർജന്റീനയ്ക്കൊപ്പം ഭയങ്കര സപ്പോർട്ടാ. മെസ്സി എന്ത് ചോദിച്ചാലോ മെസ്സി എന്നാ പറയുന്നത്. ശരി, ഇവിടെ ഫ്രാൻസിന്റെ ഒരാൾ അല്ലേ വലിയ വിഷമത്തിൽ ഇപ്പോൾ ഉണ്ട്. 3ാം സ്ഥാനം കിട്ടിയില്ല. പക്ഷെ നമുക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടും എന്നാ തോന്നുന്നത്. ഗോൾഡൻ ബൂട്ട് കിട്ടും. എംബാപ്പെ എടുക്കും. എംബാപ്പെ അല്ലേ? എംബാപ്പെ ഇപ്പം ഈ പോർച്ചുഗലൊക്കെ എംബാപ്പെ കപ്പടിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. നിങ്ങൾ ചതിച്ചു. എന്തോ ചെയ്യാനല്ലേ? ശരി, സ്പെയിനാണോ? സ്പെയിനാണോ? ജയിക്കും. ഭയങ്കര ആവശ്യത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്പെയിൻ ക്യാമ്പിന്റെ ഏറ്റവും തലവൻ ഞാനല്ലേ? അല്ലല്ല. ശരി, അപ്പൊ എങ്ങനെയാ ഇവിടെ നിൽക്കുന്നവരൊക്കെ ആരുടെ കൂടാ? സ്പെയിന് വേണ്ടി ഒരു ആവേശം കാണിച്ച സ്പെയിൻ. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ കോച്ചുമാരൊക്കെ ആര് ജയിക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ? അവരോട് ചോദിക്കാം. കോച്ചുമാരത്ത് ചോദിച്ചേ ആര് ജയിക്കുമെന്ന് ചോദിച്ചേ. മൈക്ക് പിടിച്ചോ. ചോദിച്ചേ ആര് ജയിക്കുമെന്ന് ചോദിച്ചേ. അർജന്റീന. ആണോ? അത് ആര് ജയിക്കും? രണ്ടുപേരും രണ്ടാ പറഞ്ഞു. ഏത് കോച്ചിന്റെ കൂടാ നമ്മള്? ഏത് കോച്ചിന്റെ കൂടാ? അർജന്റീന പറഞ്ഞ കോച്ചിന്റെ കൂടാ അല്ലേ? ശരി, അപ്പം സ്പെയിൻ തോക്കും. എന്താ കാര്യം ചോദിച്ചേ? എന്താ കാര്യം എന്ന് ചോദിച്ചേ. എന്തുകൊണ്ടാ സ്പെയിൻ തോക്കെന്ന് പറഞ്ഞേ? എന്തുകൊണ്ടാ സ്പെയിൻ തോക്കും ചോദിക്കും. സ്പെയിൻ തോക്കാൻ കാര്യം എന്താ ചോദിക്കാൻ? ആണം കുടുങ്ങി നിൽക്കുവോ? അർജന്റീന ജയിച്ചോണ്ട് സ്പെയിന് തോക്കും. അതെ, കഴിഞ്ഞ കളി കണ്ടപ്പോൾ റൊണാൾഡോ ഫാനായ അവൻ പോലും വിചാരിക്കുന്ന അർജന്റീന ജയിക്കുമെന്ന്. അപ്പൊ ആ അവസ്ഥയിലാണ് ഈ കുട്ടികളെല്ലാം. ഹെർലിംഗ് ഹാളണ്ട് ഉണ്ടെങ്കോ. ഹെർലിംഗ് ഹാളുണ്ടെങ്കോ? ഇത് എർലിംഗ് ഹാളണ്ടല്ലേ ഇത്? ഞാൻ എനിക്ക് എത്തിപ്പോയാണ്. ഇവിടെ നിൽക്കുന്ന ബ്രസീലുകാരെല്ലാം വിഷമിപ്പിച്ചത് നിങ്ങളാ. ഉടുപ്പ് മാറിയിട്ടുണ്ടോ നീ? ആണാ? ഇത് വിഷമം മാറാൻ വേണ്ടിട്ടാ. ആരോടാ? ഇന്ന് സ്പെയിനിന്റെ കൂടാണ്. അപ്പൊ സ്പെയിൻ ജയിക്കുന്ന തോന്നുന്നു. അതെ, ബ്രസീൽ ആയതുകൊണ്ട് സ്പെയിനാണ്. പോടാ, സ്പെയിൻ തോക്കുന്നത്. ശരി, അപ്പൊ എന്തായാലും വലിയ ആവേശത്തിലാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇനി മണിക്കൂറുകളെ ഉള്ളൂ. എല്ലാവരും ഉറക്കം ഒഴിഞ്ഞത് കാണുമല്ലേ? പിന്നെ ഒരു സന്തോഷം, വേറൊരു സന്തോഷം ഉണ്ടല്ലോ. അതെന്തുവായിരുന്നു? എന്ന് ലോകകപ്പ് ഫൈനലായിരുന്നേ കൊള്ളായിരുന്നില്ലേ? അപ്പൊ ഏറ്റവും അവസാനം നല്ലൊരു ആവേശം. രണ്ട് കാര്യങ്ങളുണ്ട്. അവധിയുണ്ട്, ഒപ്പം ഈ പറഞ്ഞതുപോലെ ഫൈനലിന്റെ ആവേശമുണ്ട്. എന്തായാലും ആ ആവേശമാണ് ഇപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ ആവേശഭരിതരായി തന്നെ ഈ ലോകകപ്പ് ഫുട്ബോളിനെ കാത്തിരിക്കുന്നു.